അവന്റെ പ്രധാനപ്പെട്ട അവയവം വെട്ടിക്കളഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവനെ കൊണ്ട് മലപ്പുറത്ത് നെഞ്ചിന് നേരെ ചൂണ്ടിച്ചിട്ട് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞ് SKSSFന്റെ കാവലാളുകളെ മാതൃകാ പൈതൃകം ശംസുൽ ഉലമയെ ഓർക്കുകയാണ് നമ്മൾ. തെറ്റി വിളിച്ചിട്ട് ശംസുൽ ഉലമയോട് ചോദിച്ചു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ശംസുൽ ഉലമ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചോദിച്ചത് എനിക്കറിയില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? ശംസുൽ ഉലമ ജഡ്ജിയോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ജഡ്ജിക്ക് ദേഷ്യം വന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമാകുമോ എന്ന് ശുണ്ടിയോടെ ജഡ്ജി ചോദിച്ചപ്പോ ശംസുൽ ഉലമ എന്ന് പറയുന്ന ലോകം കണ്ട പകരം വെക്കാനില്ലാത്ത, ഇനി ആര് എത്ര ദൂരം നടന്നാലും പകരത്തിന് വെക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കാലം കണ്ട ക്രാന്തദാർശനികയായ ദാർശനികൻ ശംസുൽ ഉലമ കാലത്തിനും കോലത്തിനും ഇതിഹാസത്തിനും പൈതൃകത്തിനും കാലാന്തരത്തിനും മുമ്പേ നടന്ന ആമാശയത്തിനു വേണ്ടി ആശയത്തെ ഇന്നേവരെ പണയം വെക്കാത്ത, ഉദരത്തിനു വേണ്ടി ഇന്നേവരെ അതരം ചലിപ്പിച്ചിട്ടില്ലാത്ത, കാലഘട്ടത്തിന്റെ പകരക്കാരനില്ലാത്ത ശംസുൽ ഉലമ ജഡ്ജിയോട് ചോദിച്ചു, 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് താങ്കൾ മുസ്ലിമായോ? ഇതുവരെ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു ദൈക്ഷണിക ഭാവത്തോടെ വന്ന ഈ മലബാറിന്റെ മണ്ണ് പിറവി കൊടുത്ത ഒരു പണ്ഡിതൻ, അത് ശംസുൽ ഉലമയാണ്, മുസ്ലിം ലോകത്തിന്റെ അഭിമാനത്തിന്റെ കാവലാൾ. മഹാനവർകൾ ചോദിച്ചു, നിങ്ങൾ മുസ്ലിമായോ? ഇല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ബലമായി പറഞ്ഞാൽ മുസ്ലിമാവില്ല എന്ന് പറഞ്ഞ് ശംസുൽ ഉലമയുടെ മക്കൾ പറയുന്നു, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ മുസ്ലിമാവില്ല. എന്തിനാണ് ഒരാളെ മലപ്പുറം കാത്തി മാടിച്ചിട്ട് കറുവാപ്പസി ഇസ്ലാമിലേക്ക് നടത്തുന്നത്? ഒരു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്തോടിയപ്പോ 1994 നോബൽ സമ്മാനത്തിന് പേര് പഠിക്കപ്പെട്ട പാലപ്പാട് തറവാട്ടിന്റെ ചന്ദനക്കെട്ടിൽ ചാടിക്കടന്ന് സാഹിത്യം പറഞ്ഞ് മാടവിക്കുട്ടിക്ക് കമലാസുരയാക്കി മാറാൻ കഴിയുമെങ്കിൽ ഇസ്ലാമിന്റെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരാൾ പഠിച്ചാൽ അവൻ ഇസ്ലാമിലേക്ക് താനെ വരുമെന്നിരിക്കെ, അതുകൊണ്ട് ഉമ്മാക്കി കാട്ടി ഈ സമൂഹത്തിന്റെ താടിയും തലപ്പാവും തൊപ്പിയും ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറയുന്ന ലോകത്തിന്റെ മുമ്പിൽ ഏറെ പറയാതെ ഞാൻ പറയുകയാണ്. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥചോദകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈമൂല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. ഞാൻ പറയുന്നത് പയ്യന്നൂരാണ്. കണ്ണൂർ ജില്ലയിൽ മാട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പേരിട്ടത് ഇബ്നു ബത്തൂത്ത കേരളത്തിൽ വന്നപ്പോൾ ആ സ്ഥലത്തിന് വലിയ വീതിയായിരുന്നു. ഇബ്നു ബത്തൂത്ത ചോദിച്ചു, അത്രേ മാത്തൂൽ ഈ നാടിന് എന്തൊരു നീളമാണ്? അങ്ങനെയാണത് മാട്ടൂലായത്. ആ മാട്ടൂൽ കണ്ണൂർ ജില്ലയിലെ മാത്തൂൽ ഇതിനെന്ത് നീളമുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ത്യ രാജ്യത്തിന് കേരളത്തിന് മുസ്ലിം കൊടുത്ത സംഭാവന മാട്ടൂൽ നിൽക്കുന്നുണ്ട്. ആ മാട്ടൂരിലെ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരത്ത് ഒരു ഹിന്ദുവായ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അയാൾ മരിക്കുന്ന സമയത്ത് വസിയത്ത് എഴുതി വെച്ചു, എന്റെ സമ്പത്ത് കൊണ്ട് ഇബ്നു ബത്തൂത്തയുടെ അറബി സാഹിത്യം മലയാളത്തിലേക്കാകണമെന്ന്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരത്തെ പാറപ്പുറത്തിരുന്നിട്ടാണ് ഇബ്നു ബത്തൂത്തയുടെ അറബി സാഹിത്യം മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. ഹൈന്ദവ ജന്മീണം അവന്റെ സ്വത്തിന്റെ വസിയത്ത് കൊണ്ടാണ് എങ്കിൽ മതേതരത്തിന് മാർഗ കേട്ട ഈ കേരളത്തിന്റെ മണ്ണിൽ 1000 വട്ടം ഓർമ്മിപ്പിക്കുകയാണ്. ജനുവരി 26-ന് ചെങ്കോട്ടയിൽ വിളിച്ചുവിടുത്തി അമേരിക്കൻ സാഹിബിന്റെ കാലിൽ കിടക്കുന്ന കറുത്ത ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള ഒബാമയുടെ ഇറാഖിന്റെയും ചെച്ചിനിയുടെയും സോമാലിയുടെയും മണ്ണിൽ 10,000-കണക്കിന് ആളുകളുടെ ശിരസറ്റ കബന്ധത്തിന്റെ മുന്നിൽ സിംഹാസനം തീർത്ത, തന്റെ മുഖത്തിലും തന്റെ ശരീരത്തിലും അതിനപ്പുറം കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള ഒബാമയെ വിളിച്ചിരുത്തി സാമ്രാജ്യത്വദാസ്യത്തിന്റെ പുതിയ അടിമവേല ചെയ്യുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പ്രഖ്യാപനമല്ല ഇത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും കന്നിയത്ത് ഉസ്താദിന്റെയും വിടപറഞ്ഞു പോയ കാളമ്പാടി ഉസ്താദിന്റെയും ഈ തൊഴിയുടെ മുമ്പിൽ പുറകിൽ നിന്ന SKSSFന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കാലഘട്ടത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കാരിരുമ്പിന്റെ കരുത്തും കന്മതിരിന്റെ കരുതലുമുള്ള കാലത്തിന്റെ കാവലാളുകളായ SKSSFന്റെ ചെറുപ്പക്കാര് പറയുകയാ, ഈ നിൽക്കുന്ന പടയണി ഏതെന്നറിയുമോ? നാളെ ഒരിക്കൽ കൂടി ഈ റിപ്പബ്ലിക്കിന്റെ ദിനത്തിൽ ഒരിക്കൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരെ തകയാടെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഈ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്താൽ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും മണ്ണിൽ ആരൊക്കെ 1000 വട്ടം പറഞ്ഞ മലപ്പുറത്തിന്റെ മണ്ണിൽ ആ മണ്ണിൽ നിന്ന് ചെറുപ്പക്കാരെ കൂട്ടി ഇന്ത്യൻ പട്ടാളത്തിലേക്ക് കൊണ്ടുപോയാൽ കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിൽ ഭാരത രാജ്യത്തിനെതിരെ ഞങ്ങളുടെ മാതൃരാജ്യത്തിനെതിരെ
കുലു തക്ബീർ എന്ന് പറഞ്ഞ് പച്ചത്തലപ്പാവും പച്ച യൂണിഫോമും ഇട്ട് AK-47 തോക്കുകളുമായി പാകിസ്ഥാന്റെ പട്ടാളക്കാർ കുലു തക്ബീർ എന്ന് പറഞ്ഞ് ഭാരതാംബയ്ക്കെതിരെ വെടിവെട്ടിച്ചാൽ ആ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ യുദ്ധം ചെയ്യാനും വെടിവെടിക്കുവാനും SKSSFന്റെ ഈ പടയണി തയ്യാറാണ് എന്ന് 1000 വട്ടം ആർഎസ്എസിന്റെ വക്തതയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ആരെന്നറിയുമോ? ഇതൊരു വീഴ്വാക്കല്ല, ഇത് വാക്കവിയുടെ പ്രസംഗത്തിന്റെ ഗരിമയുമല്ല. ഈ പറയുന്നത് പച്ചക്കുപ്പയുടെ കാര്യം ഞാനും നിങ്ങളും മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പച്ചക്കുപ്പയുടെ കീഴിൽ കിടന്നിറങ്ങുന്ന